ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് അമ്മച്ചിയുടെ റെസിപ്പിയിലുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റിന് എടുത്തിരിക്കുന്നത് 2.25 പൗണ്ട്, അതായത് ഒരു 1.25 കിലോഗ്രാം ബീഫാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്തതാണ്. മാരിനേറ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി. ഇത് നന്നായിട്ട് ഇളക്കണം. ഇതിനിയും പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് റെഫ്രിജറേറ്ററിൽ വെക്കാൻ പോവുകയാണ്. അരമണിക്കൂറായി ബീഫ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി അത് വേവിക്കാൻ പോവുകയാണ്. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വേവിക്കുന്നത്. വെള്ളം ഒട്ടും ഒഴിക്കത്തില്ല. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഇറച്ചി ഇടുമ്പോഴത്തേക്കിന് അത് ചട്ടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ചട്ടി മൂടി വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുക, വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. 10 മിനിറ്റായി വെച്ചിട്ട് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി മൂടി വെക്കുക. വെള്ളം നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. 15 മിനിറ്റും കൂടെ കഴിഞ്ഞു. വെള്ളമില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കേണ്ടത്. ഇറച്ചി തണുത്തിട്ടുണ്ട്. ഇത് ഫുഡ് പ്രോസസ്സറിലിട്ട് അത് പൊടിക്കാൻ പോവുകയാണ്. ബീഫ് ഞാൻ പൊടിച്ചു കഴിഞ്ഞു. പൊടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ഇനി ഞാൻ ബാക്കിയുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് കാണിക്കാം. 3 പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത്. ഇത് വളരെ എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. ഇഞ്ചി 1/4 കപ്പ് ഉണ്ട്. ഇത് മിനി ചോപ്പറിൽ മിൻസ് ചെയ്ത് എടുത്തതാണ്. 1/2 കപ്പ് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു 8 തണ്ട് കറിവേപ്പിലയുണ്ട്. കൂടുതൽ ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. 3 മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വഴറ്റാൻ പോവുകയാണ്. അതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഉള്ളി, ഈ ഉള്ളി ഇട്ട് ഇതിൻ്റെ വെള്ളം സ്വല്പം വറ്റിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കും. ആദ്യമേ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഈ ഉള്ളിയിൽ ആ എണ്ണ മുഴുവൻ അങ്ങ് പിടിച്ചു പോകും. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഉള്ളിയുടെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ കൂടുതൽ പിന്നീട് എണ്ണ ഒഴിക്കത്തുള്ളൂ. ഉള്ളിയുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. അതിൽ ഇഞ്ചി ഇട്ടു, പച്ചമുളക്,
കറിവേപ്പില. ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. അര ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർക്കുന്നു. അങ്ങനെ മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് അത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ട് അകവശം ഇച്ചിരി നിറം കാണും. അതുപോലെ തന്നെ മഞ്ഞൾ ഗുണവുമുണ്ട്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ട്ലേറ്റിനുള്ള മസാലപ്പൊടി എടുക്കുകയാണ്. അതിന് 3 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി. ഈ ഇറച്ചി മസാലപ്പൊടിയിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പെരിഞ്ചീരകം, കറുവ, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, കരാവേസയുടെ അതായത് സാജീരകം എന്ന് പറയും, അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാണ് ഇത് പൊടിച്ചിരിക്കുന്നത്. ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇഞ്ചിയും ഒക്കെ വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നതിന് അധികം സമയം എടുത്തിട്ടേ ഇല്ല, വളരെ എളുപ്പമാണ്. ഈ ചട്ടിയിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇടുകയാണ്. ആ ഇറച്ചിയും ഈ മസാലയും കൂടെ നന്നായിട്ട് ഇളക്കി അതിൽ പിടിപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലെ മസാല ഉണ്ടോയെന്നും ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന് ആവശ്യത്തിന് ഉപ്പും എരിവും മസാലയും ഉണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കണം. ഇത് 2 പൗണ്ട് പൊട്ടാറ്റോ പുഴുങ്ങി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒട്ടും തരിയില്ല. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നൊരിയിൽ ഇറച്ചിയിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നന്നായിട്ട് അത് ഒന്നിച്ച് റോൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കിഴങ്ങ് പൊടിച്ചത് ഇറച്ചിയിൽ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കണം. ഈ കിഴങ്ങും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്യുന്നതിന് നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ്. ഞാനതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ച് മിക്സ് ചേർക്കാൻ പോവുകയാണ്. ഇറച്ചിയും കിഴങ്ങും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഉപ്പ് നോക്കാൻ പറ്റിയ സമയമാണ്. ഇത് നമ്മൾ റോൾ ചെയ്യുന്നതിന് മുൻപ് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഓവൽ ഷേപ്പിലാണ്. ഇത്രയും വലുപ്പത്തിലുള്ള മീറ്റ് എടുത്ത് ഒന്ന് റോൾ ചെയ്ത് പരത്തി പെട്ടെന്ന് നമുക്കിത് ഓവൽ ഷേപ്പിലാക്കിയെടുക്കാം. ഇനിയും കട്ട്ലേറ്റ് റൊട്ടിപ്പൊടിയിൽ മുക്കാൻ പോവുകയാണ്. അതിനെടുത്തിരിക്കുന്നത് 3 മുട്ടയുടെ വെള്ള പതപ്പിച്ചിരിക്കുന്നത് ലൈറ്റ്ലി ബീറ്റഡ്, പിന്നെ 1 കപ്പ് പ്ലെയിൻ ബ്രെഡ് ക്രംസും 1 കപ്പ് സീസൺഡ് ബ്രെഡ് ക്രംസും ആണ് എടുത്തിരിക്കുന്നത്. കട്ട്ലേറ്റ് എഗ് വൈറ്റിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ കവർ ചെയ്ത് എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ വൃത്തിയായിട്ട് കഴുകിയിരിക്കണം. കട്ട്ലറ്റ് റൊട്ടിപ്പൊടിയിൽ വെച്ച് പൊടി ഇതിൻ്റെ മുകളിലേക്ക് വെതറുകയാണെങ്കിൽ കൈ വെറ്റാകാതെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. കൈ ഒട്ടും വെറ്റായിട്ടില്ല.
റൊട്ടി നമുക്ക് പൊടി നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. കട്ട്ലറ്റ് റൊട്ടിപ്പൊടിയിൽ മുക്കി കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. കട്ട്ലറ്റ് റെഡി. ഈ റെസിപ്പിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ്സ് അറിയിക്കുകയും ചെയ്യുക.